الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بتقوى الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിം ലോകം സന്തോഷകരമായ ഭക്തിനിർഭരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ നാം ബലിപെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മക്കയിൽ എത്തിയിട്ടുള്ള ഹാജിമാർ ഇന്നലെ അവരുടെ അറഫ സംഗമം നടത്തി. ഇന്നലെ അവർ അറഫയിലായിരുന്നു. ഇന്ന് അവർക്ക് ദുൽഹിജ്ജ 10 യൗമുൻ നഹർ. യൗമുൻ നഹറിലാണ് ഒരു ഹാജിക്ക് ഏറ്റവും അധികം കർമ്മങ്ങൾ ചെയ്യുവാനുള്ളത്. ആ ഒരു അവസരത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായും അറഫയും ഹജ്ജുമൊക്കെ തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്, സംശയമില്ല. ഇവിടെ 2 സംഗതികളുണ്ട്. ഒന്ന്, ഇന്ന് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹജ്ജ് അതൊരു കർമ്മമാണ്, ഒരു അമലാണ്. അത് അയാൾക്ക് നിർവഹിക്കുന്ന ഹാജി, നമുക്ക് ആ ഹജ്ജ് ഇല്ല. എന്നാൽ അതോടൊപ്പം നാം ചെയ്യുന്ന വേറെ സംഗതി, ചെയ്യേണ്ട സംഗതി, ഈ ഹജ്ജിൻ്റെയും അറഫയുടെയും ഒരു അവിസ്മരണീയമായ ഓർമ്മ, അതില്ലാതെ പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അഥവാ 1400 വർഷം മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച ആ സന്ദർഭം, ഹിജറ വർഷം 10 ദുൽഹിജ്ജ 9 അറഫാ ദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും തലേന്ന് മിനായിൽ വന്നു. ദുൽഹിജ്ജ 9 രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായി അറഫയിലെത്തി. അറഫയുടെ അതിർത്തിയായ നമിറയിൽ വന്നിറങ്ങി. നമിറയുടെ തൊട്ടടുത്തുള്ള വാദി ഉർന,
അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ അഥവാ വലിയ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണമാണ് ഖുത്ബത്തുൽ വദാ എന്നറിയപ്പെടുന്നത്. ആ ഒരു അറഫ കർമ്മവും അനുബന്ധമായ നബിയുടെ പ്രഭാഷണം ലോകമുള്ളിടത്തോളം കാലം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. അത്രമാത്രം പ്രാധാന്യമേറിയതാണ് ആ സംഗതി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖുത്ബ നിർവഹിക്കുമ്പോൾ അവിടെ പള്ളിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഒഴിഞ്ഞ മൈതാനം. ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൻ നമിറ. മസ്ജിദുൻ നമിറയുടെ മിമ്പറും മിഹ്റാബും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച ആ സ്ഥലത്താണ്. ഈ പള്ളിയുടെ 3 ഭാഗം അറഫക്ക് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം നടത്തിയത് അറഫയിൽ വെച്ചല്ല, അറഫയുടെ ഓരത്ത് വെച്ച്. അപ്പം ആ പ്രഭാഷണം വിശദമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ അറഫ പ്രഭാഷണത്തിൽ 3 ഘടകങ്ങൾ, നമുക്കറിയാത്ത വിഷയങ്ങളല്ല, നാം പലവരും കേട്ടതും വായിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതുമാണ്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, ഒരു ചിന്തക്ക് വേണ്ടി ആ സംഗതി അനുസ്മരിക്കുകയാണ്. ഞാൻ ചെറിയ പ്രഭാഷണം എന്ന് പറയാൻ കാരണം, നബിയുടെ പ്രഭാഷണം നമ്മുടെയൊക്കെ പ്രഭാഷണം മാതിരിയല്ല. വളരെ ചുരുങ്ങിയ വാക്കുകൾ, ചുരുങ്ങിയ സമയമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിലടങ്ങിയ ആശയങ്ങൾ, തത്വങ്ങൾ വളരെ വിശാലവും വിപുലവുമായിരിക്കും. ആ അർത്ഥത്തിലാണ് ഏറ്റവും വലിയ ഖുത്ബ എന്ന് പറയാനുള്ള കാരണം. ആ ഖുത്ബയുടെ പ്രാധാന്യം, അതിലടങ്ങിയ സംഗതി 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 1, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന കേൾക്കുമ്പോൾ തന്നെ വിശ്വാസി കോൾമയർ കൊള്ളത്തക്ക വിധമുള്ള ഒരു ആയത്ത് ഖുർആനിലെ അത് അവതരിച്ചത് അന്നാണ്. എന്താ ആയത്തിൻ്റെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ആരംഭം മുതൽ തന്നെ മനുഷ്യരു വർഗത്തിന് സന്മാർഗം നൽകുവാൻ വേണ്ടി ഏർപ്പെടുത്തിയ സംവിധാനം, അതാണ് ദൈവദൂതന്മാർ, നബിമാർ, മുർസലുകൾ, പ്രവാചകന്മാർ എന്നൊക്കെ പറയുന്നത്. ഈ നബിമാരിലുള്ള വിശ്വാസം ഈമാനിന്റെ ഭാഗമാണ്. ആ നബിമാരുടെ വിശദാംശങ്ങളൊക്കെ ഖുർആനിലും ഹദീസിലുമൊക്കെ ധാരാളം വന്നിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. ഈ പ്രവാചകന്മാരെ നിയോഗിക്കുക എന്ന സന്മാർഗ ദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അതാണ് മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ്, ഖാതമുൻ നബിയീനാണ് എന്ന് പറയാനുള്ള കാരണം. അന്ത്യപ്രവാചകന്റെ നുബുവത്തും അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള ഗ്രന്ഥവും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വഹീകളും പ്രത്യേകമായ രീതിയിലാണ്. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കേണ്ടതില്ല. ആ ഖുർആൻ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തു. അതൊരു ഗ്രന്ഥമായി അള്ളാഹു കൈമാറിയതല്ല, മറിച്ച് 23 വർഷം കൊണ്ട് ഒരു സമൂഹത്തെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ വളർത്തുന്ന സംവിധാനത്തിൻ്റെ പരിസമാപ്തി കൂടിയാണ്. ഹിജറ 10-ാം വർഷമാണ്, നബിയുടെ ജീവിതത്തിലെ അവസാന വർഷമാണ്. നബിയുടെ വഫാത്ത് അടുത്തിട്ടുണ്ട്, അതാർക്കും അറിയില്ല.
അവിടെ വെച്ച് അല്ലാഹു പ്രഖ്യാപിക്കുക അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ നാം പൂർത്തിയാക്കി. ഏത് ദീൻ? ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയ അള്ളാഹുവിൻ്റെ നബിമാരിലൂടെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം, റിസാല, വഹയ്കൾ, അതിൽ ഗ്രന്ഥങ്ങളുണ്ട്, അല്ലാത്തവയുണ്ട്. അതിൻ്റെ എല്ലാം പരിസമാപ്തിയാണ് അന്തിമ ഗ്രന്ഥം ഖുർആൻ. അതിൻ്റെയും അന്തിമ ഘട്ടമാണിത്. അപ്പോൾ അവസാനത്തെ പ്രഖ്യാപനമാണ്, നിങ്ങൾക്കിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്ന വിഷയം. അതിനുശേഷം നബിമാരില്ല, നബിമാർ വരാനില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് അവസാനമായി. അതാണ് രണ്ടാമത്തെ വിഷയം. ഫൽയുബല്ലിഗി ഷാഹിദു അൽ ഗായിബ. ഇപ്പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞതും നേരത്തെ പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിയ സംഗതി, ഫൽയുബല്ലിഗി ഷാഹിദു, ഇന്നിവിടെ ഹാജരുള്ള ആളുകൾ അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഗായിബ, ഇന്നിവിടെ ഇല്ലാത്തവർ പറഞ്ഞാൽ സ്വഹാബിമാരിൽ മിക്ക ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ദൂരമുള്ള ആൾക്കാർ മാത്രമേ പോകാത്തുള്ളൂ. അതിനർത്ഥം ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് ഇനി പ്രവാചകൻ വരാനില്ല, ഇനി ഒരു നബി വരാനില്ല. നബി വരുന്നതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശ്യം പൂർണ്ണമായി കഴിഞ്ഞു. ഈ നിങ്ങൾ അഥവാ മുസ്ലിമീങ്ങൾ ഇത് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാലത്തും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ, ദഅവത്ത് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദഅവത്ത് എന്ന പ്രസംഗം മാത്രമല്ല, ഒരു മനുഷ്യൻ ഇസ്ലാമിനെ പറ്റി വേറൊരു മനുഷ്യനോട് പറഞ്ഞു കൊടുത്താൽ, ഒരു വാചകം പറഞ്ഞു കൊടുത്താൽ അത് ദഅവത്താണ്. വിശദീകരിച്ചു കൊടുത്താൽ അത് ദഅവത്താണ്. ഖുർആൻ പഠിപ്പിച്ചത് ദഅവത്താണ്. ഹദീസ് പഠിപ്പിച്ചാൽ ദഅവത്താണ്. ഒന്നും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ നല്ല വിശ്വാസിയായി, മുഅ്മിനായി, മുത്തഖിയായി ജീവിച്ചാൽ അതൊരു ദഅവത്താണ്. ആർക്ക്? അദ്ദേഹത്തെ കാണുന്ന, കേൾക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആൾക്കാർ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നാം ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഫൽയുബല്ലിഗി ഷാഹിദു അൽ ഗായിബ്. ഈ രണ്ട് കാര്യങ്ങൾക്കും മധ്യേ, അതായത് അൽയൗമ അക്മൽതു ലക്കും എന്ന് പറഞ്ഞ ആ ദീൻ പൂർത്തീകരിക്കുന്ന ആ പ്രസ്താവന, പ്രഖ്യാപനം, അതിൻ്റെയും ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ആ കഴിഞ്ഞ 23 വർഷവും അദ്ദേഹം പ്രബോധനം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളുടെ സംഗ്രഹം, സംക്ഷിപ്തം അതിലുണ്ടായിരുന്നു. അതാണ് ആ പ്രസംഗത്തിൻ്റെ, അറഫ പ്രസംഗത്തിൻ്റെ, ഖുതുബത്തുൽ വദാഇന്റെ പ്രത്യേകത, പ്രാധാന്യം. അതും ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. അതിൽ പറഞ്ഞ ഓരോ കാര്യവും വിശദീകരിക്കേണ്ടതാണ്. അത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇനിയും ഒരു പക്ഷേ കേട്ടു എന്ന് വരാം. ഇതിൻ്റെ മർമ്മം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതാണ് ജാഹിലിയ സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കൊണ്ടുവന്നത്. ലോകോത്തരമായ സ്വഹാബ കിറാം എന്ന സമൂഹം, അത് ലോകത്തിന് എവിടുന്നും കൊണ്ടുവന്ന ആൾക്കാരല്ല, പ്രത്യേക ജനുസ്സല്ല. അന്നാട്ടിലുണ്ടായിരുന്ന എല്ലാ സകലമാന ജീർണതകളും നിറഞ്ഞ സമൂഹമായ ജാഹിലിയ കാലത്ത്. ആ ജാഹിലിയ കാലത്ത് ജീർണതകളൊക്കെ ഓരോന്നായി വിശ്വാസത്തിൻ്റെ മൂശയിൽ വാർത്തുകൊണ്ട് നബി വിഭാടനം ചെയ്ത് ഒഴിവാക്കി. നന്മയുടെ ഓരോരോ അംശങ്ങൾ അവരിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ അവർ ഏറ്റവും ഉത്തമ സമൂഹമായി മാറി. ജാഹിലിയ കാലത്ത് ഏറ്റവും പ്രധാനമായി അന്ധവിശ്വാസങ്ങൾ, അല്ലാഹുവല്ലാത്ത മറ്റ് പലതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന സമ്പ്രദായം,
അതാദ്യമായി ഇല്ലാതാക്കി. അവിടെ മാനുഷികമായ ഉച്ചനീചത്വങ്ങൾ, വലിയവനും ചെറിയവനും ഉള്ളവനും പിന്നെ ഉന്നതനും അധമനുമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാഹു റസൂൽ മാറ്റിവെച്ചു. അടിമയും ഉടമയും ഉണ്ടായിരുന്നു, ആ സമ്പ്രദായം മാറ്റിവെച്ചു. അതുപോലെ തന്നെ കൊല്ലും കൊലയുമായിരുന്നു അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം. രക്തപ്പക, ഒരാളെ ഉപദ്രവിക്കുന്നു, അതിന് പകരമായി അയാളോ അയാളെ മക്കളോ പേരമക്കളോ ആ പക വീട്ടാനായി നടക്കുന്ന സംഗതി അതുണ്ടായിരുന്നു. സ്ത്രീ സമൂഹം ഏറ്റവും അധികം അധമമായ ഒരവസ്ഥയിലായിരുന്നു അവരുടെ ഗതി. അത് മാറ്റിയെടുത്തു. സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി സ്ത്രീകളുടെ അവകാശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുത്തു. ഒരു പ്രഖ്യാപനത്തിലൂടെയല്ല, മറിച്ച് 23 കൊല്ലത്തെ ജീവിതത്തിലൂടെ, സാമൂഹികമായ ഇടപെടലുകളോടെ. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് ചൂഷണം ഒരുപാടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി പലിശ. ആ പലിശ അദ്ദേഹം നിർമ്മാർജ്ജനം ചെയ്തു. ചൂതുകളി, ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. വാക്കിങ്ങനെയാണ്: ജാഹിലിയ കാലത്തെ മുഴുവൻ ജീർണതയും എൻ്റെ കാൽ ചുവട്ടിൽ, എൻ്റെ കാൽ കീഴിലായിരിക്കുന്നു, ഞാൻ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞാൽ അത് പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അത് ഇനി ഇല്ല. അത് ഒരു ദിവസം പ്രഖ്യാപിച്ചതല്ല, ഒരു സായുധമായ നടപടിയിലൂടെ അല്ലെങ്കിൽ അധികാരത്തെ ദണ്ടുപയോഗിച്ച് നടപ്പാക്കിയതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അചഞ്ചലമായ വിശ്വാസം അവരുടെ മനസ്സിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തു. ഇട്ടുകൊടുത്തു. അതിനെ പഠിപ്പിച്ചെടുത്തു. അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ശിർക്ക്, അതിൻ്റെ അപകടം ബോധ്യപ്പെടുത്തി മുവഹിദുകളായ ആളുകളായി മാറി. അതോടൊപ്പം ഈ ലോകത്ത് നമ്മുടെ എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും ചെറുതും വലുതുമൊക്കെ തന്നെ അതിൽ നാം മറുപടി പറയേണ്ടി വരും പരലോകത്ത്. ആ ഒരു ബോധം, അതാ പരലോക വിശ്വാസം. അപ്പം അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ആ സമൂഹത്തെ മനസ്സിൽ ഉൾക്കൊണ്ടു. അത് ഉൾക്കൊണ്ടപ്പോൾ ബാക്കി ജീർണതകൾ ഒഴിവാക്കാൻ എളുപ്പമായിരുന്നു. മദ്യമാവട്ടെ, വ്യഭിചാരമാവട്ടെ, പലിശയാവട്ടെ, ചൂതാവട്ടെ, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരു പ്രഖ്യാപനത്തിലൂടെ ഒഴിവാവും. കാരണം ഈ പറയുന്ന ആരാണ്? അള്ളാഹുവിൻ്റെ ദൂതൻ. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടു. ആ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് ഈ കേൾക്കുന്നത്. മതി, എല്ലാം മതിയാക്കി. അപ്പൊ ആ രൂപത്തിൽ ആ ഒരു സമൂഹത്തെ വാർത്തെടുത്തു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള പണി. അതിൻ്റെ അവസാനത്തെ ഏതാണ്ട് പ്രഖ്യാപനമായിരുന്നു ഹജ്ജത്തുൽ വദായിലെ അറഫയിലെ ആ പ്രഭാഷണം. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ബൈനക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ വശഹരിക്കും ഹാദാ വബഅദിക്കും ഹാദാ. ചെറിയ വാചകങ്ങൾ, അത്രയേ ഉള്ളൂ. കുറച്ചും കൂടി ഉണ്ട്, അതിൻ്റെ മർമ്മമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും, നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും ബൈനക്കും ഹറാം, അത് ആദരണീയമാണ്. ആ ആദരണീയത, ആ പവിത്രത കളഞ്ഞു കുടിക്കരുത്. മറ്റുള്ളവൻ്റെ, അന്യൻ്റെ, അപരൻ്റെ രക്തം ചിന്താൻ പാടില്ല. അപരൻ്റെ സാമ്പത്തികമായ ചൂഷണം ചെയ്യാൻ പാടില്ല. അതുപോലെ മറ്റവൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ്. സമ്പത്തും ബാക്കിയുള്ളതൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ അഭിമാനം നബി കൂട്ടി പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു കഹുർമത്തി യൗമിക്കും ഹാദാ വശഹരിക്കും ഹാദാ വ ബലദിക്കും ഹാദാ. ഇന്നത്തെ ഈ ദിവസം യൗമു അറഫ, ആദരണീയമായ ദിവസം,
ഈ ഷഹറുൽ ഹജ്ജ്, ദുൽഹിജ്ജ, ഈ നാട്, മക്കയും പരിസരങ്ങളും, അതൊക്കെ പവിത്രമാണ്. അതെല്ലാം പവിത്രമായി ആദരണീയമായി നാം കണക്കാക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ മറ്റുള്ളവൻ്റെ രക്തവും സമ്പത്തും അഭിമാനവും. അവയ്ക്ക് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. വസ്തൗസൂ ബിന്നിസാ, നിങ്ങളുടെ ഭാര്യമാർ, പൊതുവിൽ സ്ത്രീകൾ, അവരുടെ കാര്യം നിങ്ങൾ പ്രത്യേകം കണക്കിലെടുക്കണം. പിന്നെ വിശദമായി പറയുന്നുണ്ട്, പ്രത്യേകം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളുടെ കാര്യം അപകടം വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 23 കൊല്ലം കൊണ്ട് വളരെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നബിയുടെ ആ പ്രഭാഷണം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രഭാഷണം നമ്മുടെ ചെവികളിൽ മാറ്റൊലിക്കൊള്ളേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു നബി സല്ലല്ലാഹു ഒരു പ്രവാചകൻ വന്ന് പഠിപ്പിച്ചത് ആരാധനാപരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ മർമ്മങ്ങളാണ്, സംശയമല്ല, അടിസ്ഥാനമാണ്. അതോടൊപ്പം സാമൂഹികമായ മാനുഷികമായ ബന്ധങ്ങളും അവിടെ അനുവർത്തിക്കേണ്ട നയങ്ങളും പെരുമാറ്റങ്ങളും, സാധാരണക്കാരായ പാവങ്ങളായ ആൾക്കാരോടുള്ള പെരുമാറ്റങ്ങളും, അധസ്ഥിതരായ നമ്മളെ ഭാഷ പറഞ്ഞാൽ അധികരിക്കപ്പെട്ട ആൾക്കാരൊക്കെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക്, അതൊക്കെ നമ്മളെ ഭാഷയാണ്, കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അധികാരം ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി അടിമയും ഉടമയും രണ്ടുപേരും മനുഷ്യരാണ്, ബാപ്പയും ഉമ്മയും ഒന്നാണ് എന്ന ബോധ്യവും ഉണ്ടാക്കി. അങ്ങനെയാണ് ആ സമൂഹത്തിന് വാർത്തെടുത്തത്. അങ്ങനെ വാർത്തെടുത്ത ആ സമൂഹമാണ് ലോകോത്തര സമൂഹമായി മാറിയത്. ഈ പ്രസംഗത്തെ ലോകത്തെ ഏറ്റവും ആദ്യമായി ഉണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് എന്നൊക്കെ ആലങ്കാരികമായി പറയാറുണ്ട്. ആലങ്കാരികമല്ല, വസ്തുതയാണ്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജ് കർമ്മവും അതിൽ അറഫ ദിനത്തിലെ പ്രഭാഷണവും മറ്റു കാര്യങ്ങളും ഓർക്കാതെ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ സാധ്യമല്ല. ഈ പറഞ്ഞ വാചകങ്ങൾ, ഇന്ന ദിമാഅക്കും അംവാലക്കും അറാദക്കും ബൈനക്കും ഹറാം, 2-3 റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് നബി ഒറ്റ പ്രഭാഷണത്തിലല്ല, ദുൽഹിജ്ജ 9-ന് 10-ന് മിനായിൽ അറഫയിൽ എല്ലായിടത്തും ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ട്. ദിസുകളിൽ കാണാം. അതായത് 10 ആൾ കൂടുന്നിടത്തൊക്കെ ആ പറഞ്ഞത് വീണ്ടും നബി ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ലോകത്തിൻ്റെ അവസാനം വരെ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട സംഗതികളാണ് എന്നർത്ഥം. അതിൻ്റെ കൂടെ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് നബിമാർ വരാനില്ല, നിങ്ങൾ ഈ കാര്യം ഏറ്റെടുക്കണം, പിൽക്കാലത്തേക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സംഗതി, അതിനെ മർമ്മം ഉൾക്കൊള്ളുകയും അത് ഓരോ വ്യക്തിയും ഉൾക്കൊള്ളണം ആദ്യമായി. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും സൂക്ഷിച്ച് ജീവിക്കുവാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ പെരുന്നാൾ ആഘോഷം, അതുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ ആഘോഷവും അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ നാം മനസ്സിലാക്കിയതാണ്. സമൂഹത്തിൻ്റെ ആഘോഷമായി മനുഷ്യൻ്റെ എല്ലാത്തരം വിഷമങ്ങളും ഇറക്കി വെക്കാനുള്ള അത്താണിയായി ആഘോഷങ്ങളെ വിശ്വാസം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ സംഗതിയാണ്
അല്ലാഹു അക്ബർ, ആഘോഷിച്ച് കളയാം എന്ന ആ പ്രയോഗം ഉണ്ടല്ലോ, അത് ഇസ്ലാമിലില്ല. മറിച്ച് അതിന് ഏറ്റവും മർമ്മം അടിസ്ഥാനം അല്ലാഹു അക്ബർ, അതാണ് അതിൻ്റെ സന്ദേശം. അള്ളാഹുവാണ് ഏറ്റവും വലിയ. എൻ്റെ എല്ലാ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും നിഷേധങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കില്ല എന്ന പ്രഖ്യാപനവും കൂടിയാകുന്നു ആ അള്ളാഹു. അതിന് ഏറ്റവും മുന്നോടിയാണ് നാം രാവിലെ നിർവഹിക്കുന്ന പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടതില്ല. നാളെ പെരുന്നാൾ നമസ്കാരം 7:30 അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈദ്ഗാഹ് ഉണ്ടാവാനോ സാധ്യതയില്ല. പള്ളിയിൽ തന്നെ ആയിരിക്കും നമസ്കാരമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സന്തോഷകരമായ നിമിഷത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും സമസൃഷ്ടികളായ മനുഷ്യരെയും ഓർത്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുവാൻ നാം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഒരിക്കലും മറക്കാനും പാടില്ലാത്ത ഈ ചരിത്ര വസ്തുതകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകളും പോരായ്മകളും അല്ലാഹു പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു സ്വർഗാവകാശത്തിരുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين والحمد لله رب العالمين.